സർവമായ എന്നുള്ള സിനിമ എങ്ങനെയുണ്ട്? സത്യസന്ധമായി പറയണം, ചുമ്മാ പെയ്ഡല്ല. സന്ധ്യന് പറയാം, സത്യന്തിക്കാൻ്റെ മകനാൻ തെളിയിച്ചു അഖിൽ സത്യൻ. ഒറ്റ കാര്യം പറയാനുള്ളൂ, ആറാട്ടൻ തിരിച്ചു വന്ന പോലെ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കും. ആറാട്ടനെ തിരിച്ചു വന്നേ? ഇന്നലെ തിരിച്ചു വന്നു. ക്രിക്കറ്റ് വീഡിയോ ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. ക്രിസ്മസ് റിലീസായി ഒരു നിവിൻ പോളി ചിത്രം എത്തിയിരിക്കുന്നു, സർവമായ. ഒരുപാട് സിനിമകളായിട്ട് നിവിൻ പോളി പ്രേക്ഷകർ വിചാരിക്കുന്ന തലത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട വടക്കൻ സെൽഫി, തട്ടത്തിൻ മറയത്ത്, പ്രേമം തുടങ്ങിയ സിനിമകളിൽ കണ്ട നിവിൻ പോളിയെ എവിടെയൊക്കെയോ വെച്ച് നമുക്ക് മിസ്സായിരുന്നു. ആ മിസ്സിങ് ശരിക്കും ഈ സർവമായ എന്ന സിനിമയിലൂടെ നിവിൻ പോളി മാറ്റിയിട്ടുണ്ടോ? നിവിൻ പോളിയുടെ ഒരു ശക്തമായ തിരിച്ചുവരവാണോ സർവമായ എന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചു നോക്കാം. വളരെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിവിൻ പോളി കുറേ നാളുകളായിട്ട് കുറേ ഫ്ലോപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ളൊരു കംബാക്ക് ആണോ? അതെ, പണ്ടത്തെ പടങ്ങളില്ലേ നിവിൻ പോളി, നമ്മളെ ഇഷ്ടപ്പെടുന്ന പടങ്ങളില്ലേ കുറച്ച്, ഏതൊക്കെയാ? മറ്റേ പ്രേമം, പിന്നെ പണ്ടത്തെ നേരവും, അങ്ങനത്തെ പടങ്ങളില്ലേ. ആ പണ്ടത്തെ ഒരു തരം സ്ലിം ആയിട്ടുള്ള കുറച്ചുകൂടി അങ്ങനെയല്ല, നല്ല രസമുണ്ട്. നല്ല രസം. പഴയ നിവിൻ പോളിനെ തിരിച്ചിട്ടി എന്നാണോ പറയുന്നത്? അതെ അതെ, നല്ലൊരു അങ്ങനെ തന്നെ പറയാം. നല്ല കോംബോ അവർ തമ്മിലുള്ള, നിവിൻ പോളിയും അജു വർഗീസും തമ്മിലുള്ള കോംബോ അടിപൊളി. കോമഡി കാര്യങ്ങളൊക്കെ അടിപൊളി, ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട് നല്ല രീതിയിൽ. സർവമായ എന്നുള്ള പടം ശരിക്കും ഒരു ഫാമിലി എന്റർടൈനർ ആണോ, അതൊരു ഹൊറർ മൂവിയാണോ? അല്ലല്ല, ഫാമിലി എന്റർടൈനർ ആണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടം, എല്ലാവർക്കും കാണാം. ഫാമിലി ആയിട്ട് കാണാൻ അതാ അടിപൊളി. ഫാമിലി ആയിട്ട് തന്നെ പറയണുള്ളൂ. ഓക്കെ ബ്രോ, താങ്ക് യു. ആറാട്ടെണ്ണ നിവിൻ പോളി ക്രിസ്മസ് തൂക്കിയോ? ക്രിസ്മസ് തൂക്കി. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. നിവിൻ പോളി തൂക്കിയോ, ഒരു സംശയമില്ല. കാരണം പല പടങ്ങളിലും ഇങ്ങനെ ശക്തമായ തിരിച്ചുവരവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതല്ല, ഇതിൽ തടി കുറഞ്ഞിട്ട്, ഇല്ല നന്നായിട്ട് അഭിനയിച്ചിട്ട്, നല്ല ഡയറക്ഷനാണ്, നല്ലൊരു എൻ്റർടൈനറാണ്, ഒപ്പം നല്ല മെസ്സേജുള്ള ഫിലിമാണ്. ഈ സിനിമ പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? ഒരു സത്യന്തിക്ക ശ്രീനിവാസൻ മോഹൻലാൽ ഫിലിം കാണുകൊണ്ടിരിക്കും. അതുപോലെ നല്ലൊരു നന്മയുള്ള ഫിലിമാണ്. ഒരു എൻ്റർടൈനറാണ്, ഒപ്പം മെസ്സേജും ഉണ്ട്. ഫാമിലി ആയിട്ട് വന്ന് കാണാം, ഒരു വൾഗാരിറ്റി ഒന്നുമില്ല. ഇപ്പോൾ നിവിൻ പോളി ഹ്യൂമർ കഥാപാത്രങ്ങൾ കുറേ നാളായി വന്നിട്ട് എനിക്ക് ഓർമ്മ തന്നെ പഴയ ലാലേട്ടനാണ്. പണ്ട് ലാലേട്ടൻ ഹ്യൂമർ ചെയ്തോളെ ഇരിക്കണം. എനിവേ നല്ല പടമാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. സർവമായ എന്തുകൊണ്ട് പ്രേക്ഷകർ കാണണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? ഒരു കംപ്ലീറ്റ് ഒരു 3 മണിക്കൂർ ഒന്നും അറിയാതെ ചിരിച്ച് കാണാൻ പറ്റിയൊരു സിനിമ. ഈ ഹൊറർ എലമെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് സത്യമാണോ? അത് സിനിമ കാണണം. ഒരു ഹൊറർ എലമെൻ്റ്, ഹൊറർ പരിപാടിയൊന്നുമല്ല, ഒരു ഫീൽ ഗുഡ് സാധനം. ഒരു പ്രേതം ആ ഒരു ടച്ച് വന്നിട്ടുണ്ടെങ്കിലും, ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ഒരു കോമഡി ഫീൽ ഗുഡ് സിനിമ. പിന്നെ ചിലർ പറയുന്നത് പഴയ സത്യനന്ദിക്കാട്, മോഹൻലാൽ കോംബോയിലൊക്കെ വരുന്ന സിനിമകളെ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണെന്നാണ്. അങ്ങനെയാണോ? അതെ അതെ, ഒരു പരിധിയിലേറെ അതേ, ഏകദേശം അതേ ജോണർ, അതേ ഒരു ടൈപ്പ് സാധനമാണ്. നമുക്ക് പല സ്ഥലത്തിൽ ആലേട്ടൻ്റെ പഴയ പടങ്ങൾ, കാരണം ഒരു നമ്പൂതിരി കുടുംബം, ആ ഒരു ഫാമിലി, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ പല സ്ഥലത്തും അത് ഫീൽ ചെയ്തു. പിന്നെ പറയുന്നത് നിവിൻ പോളിയുടെ തിരിച്ചുവരവാണ്. ശരിക്കും നിവിൻ പോളി തിരിച്ചു വന്നോ? കംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമ എന്ന് പറഞ്ഞാൽ, നമ്മൾ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ ഭയങ്കര ഗംഭീരമായ ഒരു സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ ബബ്ബയ്ക്ക പോലത്തെ ഒരു സിനിമ ചെയ്യുന്നതിന് പകരം ഇതുപോലെ നല്ല സിനിമ ചെയ്താൽ അതായിരിക്കും എനിക്ക് തോന്നുന്നു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ. ഇത് കിടിലൻ സിനിമയാണ്, നല്ല സിനിമ. എല്ലാവരും പിന്നെ നിവിൻ പോളിയുടെ ഹ്യൂമർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ട് നിവിൻ പോളിന് അത്തരത്തിലൊരു ഹ്യൂമർ കഥാപാത്രങ്ങൾ കാണാറില്ലായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ നിവിൻ പോളിയുടെ ഹ്യൂമർ എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ട്? ഇതിൽ കംപ്ലീറ്റ് നിവിൻ പോളിയുടെ ഈ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയില്ല, നമ്മൾ ദിലീപിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടു. ഇത് സത്യം പറഞ്ഞാൽ നിവിൻ്റെ ഒരു അഴിഞ്ഞാട്ടാണ്. ബട്ട് ഓവറാക്കാതെ നമുക്ക് ഒരു വൾഗർ ഫീൽ വരുത്താത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര അഴിഞ്ഞാടി അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് അത് ഒരു എന്താ പറയുക, നോർമൽ രീതിയിൽ നിന്ന് ഒരു ഭയങ്കര ഓവർ എക്സ്പ്രഷൻസും, ഇപ്പോൾ സ്ലാപ്സ്റ്റിക് കോമഡി അല്ല സാധാ നോർമൽ ഒരു സാധനം വെച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിവിന് പറ്റിയ സാധനം, ഇത് നിവിനെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയുണ്ട് സർവമായ? കൊള്ളാം, നല്ല പടം. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, അതിന് മാത്രമുണ്ടോ? കൊള്ളാം, നല്ല പടം, നല്ലൊരു ഫീൽ ഗുഡ് പടം. ഒരു ചെറിയ കാറ്റൊക്കെ കിട്ടുമ്പോൾ ഒരു കുളിർമ കിട്ടത്തില്ല, അതേപോലുള്ള ഒരു എക്സ്പീരിയൻസ്. ഈ ക്രിസ്മസ് സമയത്ത് ഒരു ഫാമിലി മൊത്തം വന്ന് കാണാൻ പറ്റിയ ഒരു പടമാണോ? അതെ, ഫാമിലിക്ക് വർക്കൗട്ടാവും. ക്രിസ്മസ് മിക്കാറും സർവമായ തൂക്കും. ഹൊറർ പടമാണെന്ന് പറയുന്നുണ്ട്. ആ, ഹൊറർ കണ്ടന്റ് ഉണ്ട്, പക്ഷെ പേടിപ്പെടുത്തുന്ന ഹൊററല്ല. കൊള്ളാം, നല്ല പടം. ഈ പടം എല്ലാ ജനറേഷനിലുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അതെ, ഏത് ജനറേഷനിലുള്ള ആൾക്കാർക്കും വന്ന് കാണാൻ പറ്റുന്ന, അതായത് നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊന്നും വരില്ല സിനിമയിൽ. നമുക്ക് ഇരുന്ന് കംപ്ലീറ്റ് ഒരു 3 മണിക്കൂർ ഇരുന്ന് ചിരിച്ച് കണ്ട് രസിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമ. ഓക്കെ, താങ്ക് യു. ചേട്ടാ, സർവമായ എങ്ങനെയുണ്ട്? സർവമായ എന്ന് വെച്ചാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സർവം മായമാണ്. സർവം ഒരു മായയാണ്, യാഥാർത്ഥ്യമല്ല എന്ന ആ പേരിലൂടെ തന്നെയുണ്ട്.
അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നിവിൻ പോളിയെ ഒരു നല്ല ഗെറ്റപ്പിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം കുറച്ച് ഇടയ്ക്ക് പുള്ളിക്കത്ത് ഓവർ വണ്ണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് വർക്കൗട്ടൊക്കെ ചെയ്ത് സാധാരണ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നിവിൻ പോളിയെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അജു വർഗീസ് നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പല സ്ഥലത്തും നമുക്ക് ചിരിപ്പിക്കാനായുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ ഇതിലെല്ലാം ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ അങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ഒരു യാഥാർത്ഥ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ആ രീതിയിലായതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഈ രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ വരുമ്പോൾ അല്പം നമുക്ക് വിരസത തോന്നുമെങ്കിൽ പോലും ഇത് ഒരു എൻ്റർടൈനറായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല തിരിച്ചു വരവാണ് ഇപ്പോൾ. ഈ പഴയ സത്യനന്ദിക്കാട് സിനിമകൾ കണ്ടിട്ടില്ലേ, മോഹൻലാൽ, ശ്രീനിവാസൻ, അങ്ങനെയുള്ളൊരു കോമ്പോൻ്റെ പോലത്തെ ഒരു പ്രതീതി തോന്നിക്കുന്നുണ്ടോ ഈ സിനിമ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു നാട്ടിൻപുറത്തെ കഥയല്ല. ഒരു നാട്ടിൻപുറത്തൊക്കെ സത്യനന്ദിക്കാതെ എപ്പോഴും നാട്ടിൻപുറത്തിൻ്റെ പുറകെ പോകുന്ന ആളാണ്. അപ്പോൾ ആ രീതിയിൽ പുള്ളി കഥ പറയാൻ ശ്രമിക്കുന്നത്. ആ രീതിയിലല്ല കഥ പറയുന്നത്. ഇത് മോഡേൺ സ്റ്റൈലിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കഥ പറയാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ എനിക്ക് എടുത്തു പറയത്തൊക്കെ തോന്നിയത് ജനാർദ്ദൻ ചേട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം പുള്ളിക്ക് ഇപ്പോഴും ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ചുകൊണ്ട് ജനാർദ്ദൻ ചേട്ടനും രഘുനാഥ് പലേരിയൊക്കെ അവരുടെ വേഷങ്ങളോടും നല്ലോണം നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം ഒരു വീട്ടിൽ ഒരു അച്ഛൻ, അപ്പൂപ്പൻ, ഇവരുടെയൊക്കെ സ്ഥാനം എന്താണെന്ന് ഈ ചിത്രത്തിലൂടെ പറയാനായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും സംവിധായകനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ആവശ്യം. പഴയ തലമുറയും എല്ലാം നമ്മൾ മറക്കാൻ പാടില്ല. ഒരു വീട്ടിലൊരു കാരണവരും അച്ഛനും അമ്മയൊക്കെ വേണം. അവരുടെ സാന്നിധ്യം എന്താണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നെല്ലാം പറയാനായിട്ട് ഈ ചിത്രത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ പടം ഇഷ്ടപ്പെട്ടു. പൂർണ്ണമായിട്ടും സംതൃപ്തി നൽകി അല്ലേ? പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പടം കാണുന്നതാണ്. പക്ഷേ ഇപ്പം ഞാനിന്ന് ക്രിസ്മസിന് വന്നേക്കുന്ന ഒരു പടം നിലയിൽ എല്ലാ പടങ്ങളും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ക്രിസ്മസിൽ വെക്കേഷൻ വരുമ്പോൾ എല്ലാ പടങ്ങളും വിജയിക്കണം. എല്ലാവരുടെയും പടത്തിൻ്റെ പിന്നിലുള്ള ഒരുപാട് അധ്വാനമുണ്ട്. സാമ്പത്തികവും മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ വിനിയോഗിച്ചിട്ടാണ് ഒരു പടം പുറത്തിറക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ ഈ പടം വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. ഈ ക്രിസ്മസിന് ഒരുപാട് സിനിമകളാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ഒരു സിനിമയടക്കമുണ്ട്. ഒരു സൈലൻറ്റ് ഹിറ്റാകുമോ ആ സിനിമ എന്നറിയില്ല. വൃഷഭ എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമ ഇറങ്ങിയത് പോലും ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ വന്നപ്പോഴാണ് വൃഷഭ എന്നുള്ളൊരു സിനിമ ക്രിസ്മസ് റിലീസായിട്ട് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിണ്ടിയും പറഞ്ഞും, ഹാല്, ആഘോഷം, അങ്ങനെ ഒരുപാട് സിനിമകൾ ക്രിസ്മസ് റിലീസായി എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് വളരെ സുപ്രധാനമായ ഒരു സിനിമയായിട്ട് സർവമായ എത്തിയിരിക്കുന്നത്. സർവമായ ക്രിസ്മസ് തൂക്കുമോ? എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഹലോ ബ്രോ, സർവം മായ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഫുൾ മായായിരുന്നു. ഇതുപോലൊരു പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാരും കാണേണ്ട ഒരു പടം തന്നെയാണ് കേട്ടോ ഇത്.